പുതുവർഷ ആഘോഷത്തിന് ഒരുങ്ങി ബംഗളൂരു. കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. MG റോഡിലും ബ്രിഗേഡ് റോഡിലും വാഹന നിയന്ത്രണമുണ്ട്. ആൾക്കൂട്ടം തിരിച്ചറിയാൻ ശേഷിയുള്ള AI ക്യാമറകളും സ്ഥാപിച്ചു. പബ്ബുകളിലും ബാറുകളിലും റെസ്റ്റോറന്റുകളിലും പരിശോധനകളും കർശനമാക്കി. KB ശ്രീധരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. പുതുവർഷത്തെ വരവേൽക്കാൻ ബംഗളൂരു നഗരം അങ്ങനെ തയ്യാറായിരിക്കുന്നു. നിരവധി മലയാളികൾ അടക്കം വാഴുന്ന സ്ഥലമാണ് ബംഗളൂരു. ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത ഇടം. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷയിൽ തന്നെയാണ് ബംഗളൂരു നഗരമുള്ളത്. കൂടുതൽ പോലീസ് സേനയെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നിരീക്ഷണ ക്യാമറകൾ, അതായത് ഈ പുതുവത്സരം പിറക്കുന്ന രാത്രി അതിനുശേഷം പിറ്റേ ദിവസം പിറക്കുന്നത് നിരവധി കുറ്റകൃത്യങ്ങളുടെ വാർത്തകളോട് കൂടിയാണ്. ഏതായാലും അത്തരം ക്രൈമുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി CCTV ക്യാമറകൾ വ്യാപകമായിട്ട് വെച്ചിട്ടുണ്ട്. AI സംവിധാനമുള്ള ക്യാമറകളാണ് പ്രധാനമായും വെച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മദ്യപിച്ച അല്ലെങ്കിൽ ലഹരിക്ക് അടിക്കപ്പെട്ടൊക്കെ വാഹനം ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി MG റോഡിന് സൈഡിൽ ഏറ്റവും പ്രധാന ആഘോഷം നടക്കുന്നത് ബ്രിഗേഡ് റോഡിലും MG റോഡിലുമാണ്. ഈ രണ്ട് റോഡിന് സൈഡിലും ടെന്റുകൾ അടിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചൊക്കെ ബോധമില്ലാതെ വാഹനം ഓടിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി. ഉച്ചയ്ക്ക് ശേഷം ഈ MG റോഡിലേക്കും ബ്രിഗേഡ് റോഡ് പ്രദേശത്തേക്കും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അതുപോലെ തന്നെ കർണാടകയിലെ മറ്റ് പ്രധാനപ്പെട്ട ഉത്തരകന്നഡ ജില്ലയിലെ കാർവാർ അതുപോലുള്ള ബീച്ചുകളിലും വൈകിട്ടേക്ക് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ആളുകളെ കടലിലിറങ്ങാനൊന്നും അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പുതുവർഷ ആഘോഷം കുറ്റമറ്റ രീതിയിലാക്കാൻ, പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ബംഗളൂരു പോലീസും അതുപോലെ തന്നെ പൊതുവിൽ കർണാടക പോലീസും ഉള്ളത്. ശരി, KB ശ്രീധരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അവിടെ എല്ലാ തരത്തിലും ക്രമീകരണങ്ങൾ ഉണ്ട്, സജ്ജമാണ്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരത്തിൽ വിവിധ ഇടങ്ങളിലെല്ലാം. അതേപറ്റിയാണ് ശ്രീധരൻ പറഞ്ഞത്. ആഘോഷം നല്ലതാണ്, അതിന് അതിർവരമ്പുകൾ വേണം, അത് നിശ്ചയിക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്വവും കടമയുമാണ്. ശ്രദ്ധിക്കണം.